എൻ ശ്രീകുമാർ, കാരണം വിഷയം ഇങ്ങനെ ആളി കത്തുകയാണ്. കാരണം ഒരു സമമായ ഫോർമുല ആരുടെ ഭാഗത്തുനിന്നോ സമമായ സ്വരം ഉണ്ടാകുന്നത്. ഇന്ന് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിവസമാണ്. അപ്പോൾ അനുസ്മരണ വേദികളിലൊക്കെ തന്നെ മുനവച്ച വാക്കുകളിലൂടെ എന്തൊക്കെയോ ആരെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലേക്ക് ഉമ്മൻചാണ്ടിയുടെ വാട്ടുപാട്ടുകളിലൂടെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഇങ്ങനെ പുകഴ്ത്തുന്നതിലൂടെയൊക്കെ പലരെയും ഉന്നം വെച്ചുള്ള വാക്കുകളായി നമ്മൾ കാണുന്നു. ഇപ്പോഴിതാ നോക്കൂ, ആ അസ്വാരസ്യങ്ങൾ താഴെത്തട്ടിലേക്ക് KSUവിലേക്ക് വരുമ്പോൾ അവിടെ KSU ഒരു ചേരിതിരിവ്, അവിടെ പല കുട്ടികളെയും കരുമാക്കിക്കൊണ്ട് പുറത്തേക്കിറക്കി യുദ്ധത്തിൻ്റെ പുറപ്പാട്, പലരും ഗ്യാലറിയിൽ നിന്ന് കളി കാണുകയാണെന്ന തോന്നൽ. അപ്പോൾ ഈ പരസ്യ വിഴുപ്പലക്കൽ അത് എങ്ങോട്ടുള്ള പോക്കാണ്? എന്ത് കാറ്റുവീഴ്ചയാണ് ഇപ്പോൾ ഈ പാർട്ടിയിൽ സംഭവിക്കുന്നത്? എൻ ശ്രീകുമാർ, നോക്കൂ ശ്രീ പ്രജീഷേ, ഈ കോൺഗ്രസ് രാഷ്ട്രീയം കൃത്യമായി കണ്ട ഒരാളെന്ന നിലയ്ക്ക് എനിക്കിതൊരു തമാശയായിട്ടാണ് തോന്നുന്നത്. ഇത് ആർക്കോ വേണ്ടി ആരൊക്കെയോ കിടന്ന് ബഹളം വയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം ഇത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇതൊരു വിഷയമായിട്ട് അവർ എടുക്കില്ല. കാരണം അവർക്കറിയാം ഈ അഭിപ്രായങ്ങൾ പറയുന്നവരുടെയൊക്കെ നേതാക്കൾ ആരാണെന്നും അവരെന്തിനു വേണ്ടിയാണ് പറയുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഈ ചാനലുകൾ ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രസ്താവനകളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. പഴയ പത്രയുഗം മാത്രമായിരുന്നെങ്കിൽ. ഇത് വെറും മുഖം കാണിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം. KSU പ്രവർത്തകർക്ക് അവരാദ്യമായി ചിന്തിക്കേണ്ടത് അവരവരുടെ ജോലി ചെയ്യണം. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ KSUവിന്റെ നഷ്ടപ്രതാപം തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. പാർട്ടിക്കുള്ളിൽ പലതും നടക്കും. അതിനൊക്കെ എല്ലാത്തിനും കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പക്ഷെ അഭിപ്രായം പറയാം. കാരണം എന്താ വെച്ചാല് KPCC എക്സിക്യൂട്ടീവ് പ്രത്യേക ക്ഷണിതാവ് എന്ന നിലയ്ക്ക് KSU പോഷക സംഘടനാ ഭാരവാഹികൾക്ക് വരും. അപ്പൊ അതുകൊണ്ട് അവർക്ക് അഭിപ്രായം പറയാം. പക്ഷെ അഭിപ്രായം പറയാനായിട്ട് അവർക്ക് അതിനുള്ള സൗകര്യവും സമയവും അവസരവും ഒക്കെ നേതാക്കൾ ഉണ്ടാക്കി കൊടുക്കും. അതിന് പകരമായിട്ട് ഇവിടെ രണ്ട് കാര്യത്തിലാണ് എനിക്കൊരു അഭിപ്രായ ഭിന്നതയുള്ളത്. ഒന്ന്, KSU പ്രസിഡന്റ് ശ്രീ അലോഷ്യസ് സേവ്യർ, അദ്ദേഹം ഈ ഒരു വിഷയം ഉന്നയിച്ചതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. കാരണം ഒരു SFIക്കാരിയെ 2 വർഷമായിട്ട് ലോയേഴ്സ് കോൺഗ്രസിൽ അംഗമാണെന്നുള്ള കാരണത്താൽ നിയമിച്ചതിൽ അതൊരു ശരിയായ നടപടിയല്ല. പക്ഷേ അത് പറയേണ്ടത് ഇങ്ങനെ ആയിരുന്നില്ല എന്ന് നേരത്തെ തന്നെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയിൽ പറ്റിയ അബദ്ധം എന്താന്ന് വെച്ചാല്, അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഒരുപാട് തുരുതുരാ ചോദ്യങ്ങൾ വരും. എല്ലാം ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് ചില CPM അനുകൂല ലേഖകന്മാരിങ്ങനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു ചോദ്യത്തിന് പെട്ടെന്നുള്ള ഒരു സ്ഫോടനാത്മകമായ മറുപടി ആയിട്ടാണ് എനിക്കത് തോന്നിയത്. ശൈലി പ്രശ്നമായി അത് മാറുന്നത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാണ് പക്വത കാണിക്കേണ്ട ഒരു വ്യക്തിയാണ്. കുട്ടികളോടുള്ള നിലയ്ക്കുള്ള സമീപനം, കുട്ടികളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ ഏറ്റവും താഴെത്തട്ടിലുള്ള വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു പക്ഷേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ആളാണ്. പരസ്യമായി തിരുത്താമായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതേസമയം എന്താണ് ഇത് അഡ്രസ്സ് ചെയ്യുന്ന വിഷയം? എന്താണ് വിഷയത്തെക്കുറിച്ച് അന്ന് സാഹചര്യങ്ങളിൽ ഒരു SFIയുടെ മുൻനിര നേതാവ് അല്ലെങ്കിൽ മുൻകാലത്ത് ഏറ്റവും കൂടുതൽ ലോ കോളേജിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത സമയത്ത് അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ദുരനുഭവങ്ങൾ ഉണ്ടായ ഒരു സംഘടന, ആ സംഘടനയുടെ ഒരു യൂണിറ്റ് ഒരു അഭിപ്രായം പറയുമ്പോൾ അവർക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചതിനെ ഇരിക്കാമായിരുന്നു. അതുണ്ടായില്ല. അതിനെ പിൻപറ്റി അതൊരു ചേരിപ്പോരിലേക്ക് പരിണമിക്കുകയും ചെയ്തു. അപ്പോൾ തിരുത്തേണ്ടവർ ആ സമയത്ത് തിരുത്തിയതുമില്ല. അല്ല, ഇതിൽ തിരുത്തലിന്റെ പ്രശ്നമില്ല, ചേരിപ്പോരിന്റെ പ്രശ്നമില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, KSU നേതാക്കൾ അവർക്ക് ഈ പബ്ലിസിറ്റിക്ക് കിട്ടിയ ഒരു അവസരം അവർ വിനിയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പൊ ഇങ്ങനെ കിടന്ന പരസ്പരം പോരടിച്ചാല് കോൺഗ്രസിനൊന്നും സംഭവിക്കില്ല, ഭരണത്തിനൊന്നും സംഭവിക്കില്ല. അവർക്കാണെങ്കിൽ ചെറിയൊരു പബ്ലിസിറ്റി കിട്ടുകയും ചെയ്യും. അത്രേ ഉള്ളൂ. അതിൽ ഞാൻ പറഞ്ഞു വന്നത്, മുഖ്യമന്ത്രി ആ സമയത്ത് അതിൽ ഒരു സ്ഫോടനാത്മകമായ ഉത്തരം പറയുമ്പോൾ തന്നെ അത് അദ്ദേഹം ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നു എന്താ വെച്ചാൽ, പ്രതീക്ഷ പറഞ്ഞ പോലെ പറയാൻ പറ്റില്ല. പക്ഷെ KSUക്കാർക്ക് ഇതിലിപ്പോ എന്താ കാര്യം എന്ന് ആ പറഞ്ഞ കാര്യം ഒന്നും മിതപ്പെടുത്തി മയപ്പെടുത്തി പറഞ്ഞെങ്കിൽ പ്രശ്നം തീരുമായിരുന്നു. അത് അദ്ദേഹത്തെ കുറ്റം പറയില്ല. കാരണം ആ സമയത്തുള്ള ഒരു വാർത്താ സമ്മേളനത്തിലെ ചോദ്യങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ, ചില അരോചകമായ ചോദ്യങ്ങളെ തടസ്സപ്പെടുത്താൻ വേണ്ടി, വാർത്താ സമ്മേളനം അലങ്കോലപ്പെടുത്താൻ വേണ്ടി ഒരു പുത്തൻ പ്രവണത ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇത് KPCCയിൽ അനുസ്മരണ വേദിയിൽ എന്താണ്, ഏറ്റവും മുതിർന്ന നേതാവാണല്ലോ VM സുധീരൻ ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാർക്കും ഈ വിഷയം ഇങ്ങനെ പോകുന്നത് ശരിയല്ല, ഇത് കോൺഗ്രസിനെ വികൃതമാക്കും. 2 മാസം ഇന്നാകുന്നതേ ഉള്ളൂ. ആ തികഞ്ഞ ഒരു സർക്കാരിന് ഇത്തരം കാര്യങ്ങൾ അത് കൊണ്ടുപോകുന്നത് അത് ഭൂഷണമല്ല. തെറ്റായ സന്ദേശം ജനങ്ങളിലേക്ക്, വളരെ പ്രതീക്ഷയോട് അധികാരമേറ്റ ഒരു സർക്കാരിനെ കുറിച്ച് അങ്ങനെ മോശം അഭിപ്രായം ജനങ്ങൾക്കിടയിലേക്ക് പകർന്ന് നൽകരുത് എന്ന രീതിയിൽ ആരുടെയെങ്കിലും ഭാഗത്തുനിന്നൊരു പ്രതികരണം ഇതുവരെ ഉണ്ടായോ? അതാണ് അത്ഭുതപ്പെടുത്തുന്നത്. അല്ലാതെ ഉണ്ടാകാൻ പറ്റില്ല പ്രതീക്ഷയെ. കാരണം എന്താ വെച്ചാല് വാളെടുത്ത് നിൽക്കുകയാണ് എല്ലാവരും.
ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിലെ കോൺഗ്രസ് പ്രവർത്തകർ, ഈ പറയുന്ന നേതാക്കളൊക്കെ ആരായാലും ശരി, കോൺഗ്രസ് പ്രവർത്തകർക്ക് അവരോടൊരു പരിഹാസമാണ്. അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അവരവരുടെ സപ്പോർട്ടർമാരെ നോക്കിയിട്ട് കാര്യമില്ല, പരിഹാസമാണ്. കാരണം എന്താ വെച്ചാല് ഭരണം കിട്ടിയിട്ട് 2 മാസമായിട്ടുള്ളൂ, അപ്പോഴേക്ക് ഇതിനുള്ളിൽ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കേണ്ട കാര്യം എന്താ? അത് കാര്യമില്ലാത്തൊരു കാര്യം. ഇതില് കെ എസ് യുവിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കൾ ഇപ്പൊ ആരും, നിങ്ങളൊക്കെ ഇപ്പൊ സുധീരൻ, VM സുധീരൻ എന്ന് അലോഷ്യസ് സേവ്യറിന്റെ ഇതേപോലെ സേവ്യർ എന്ന് ചോദിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിന് അദ്ദേഹത്തോട് വിരോധമില്ല എന്ന് പരസ്യമായി കാണിച്ച ഒരു രാഷ്ട്രീയമായ കൗശലമാണ്. അതിൽ അത്ര ഉള്ള അതിൽ കാര്യം. പക്ഷേ ഇതിൽ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഇത് നിയമിക്കപ്പെട്ട ആളുണ്ട്, അദ്ദേഹം ഒരു പഴയ കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളല്ല, കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ആളല്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോവുകയാണ് നല്ലത്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാല് ഇങ്ങനെ എല്ലാവരുടെയും എതിർപ്പ് കേട്ട് അത് ഭരണം വരുമ്പോൾ എങ്ങനെ ഒരു താല്പര്യത്തിന്റെ പേരിൽ വരിക, ഒരു സ്ഥാനത്ത് വരിക, അത് വിവാദമാകാം, അതിന് മുമ്പേ ആ സ്ഥാനം ഒഴിഞ്ഞു പോയിരിക്കും നല്ലത്. അതാണ് അങ്ങനെ ചെയ്യേണ്ടത്. പിന്നെ KSUക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ധരിക്കുന്ന എന്താ വെച്ചാല് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് വെച്ചാല് പഴയ കാലത്തെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. പഴയകാല KSU അല്ല ഇപ്പൊ. പഴയകാല കേസ് എന്ന് വെച്ചാൽ കോൺഗ്രസിനെ തിരുത്താൻ ശക്തിയുള്ള, കോൺഗ്രസിനെ തിരുത്താന്ന് വെച്ചാൽ കോൺഗ്രസിനെ തിരുത്താൻ നടക്കലായിരുന്നില്ല അവരുടെ പണി. അക്കാലത്തെ നേതൃത്വത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു കാലത്ത് പ്രായമേറിയ നേതൃത്വം KPCC കൊണ്ടുനടന്ന സമയത്ത് അന്നത്തെ യുവതലമുറ ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി അവരുടെ ആവശ്യം ഇപ്പോഴും ഇത് നമുക്കറിയാം, മുഖ്യമന്ത്രി ചർച്ചകളോടൊപ്പം അല്ലെങ്കിൽ ഒരുപാട് സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം കടന്നുപോയതാണ്. അപ്പോൾ അതിനെയൊക്കെ തന്നെ പരാമർശിക്കപ്പെടുന്ന അല്ലെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലേക്ക് ഗ്യാലറിയിൽ നിന്ന് കളി കാണുന്നവർ അവരുടെ സംഘടിതമായിട്ടുള്ള സതീശ് നേരെയുള്ള ആക്രമണമാണോ ഇപ്പോൾ പ്രതിഫലിക്കുന്നത്? അല്ല, പൂർണ്ണമായിട്ടും അങ്ങനെ ആവില്ല, പക്ഷെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കാരണം വെച്ചാൽ അങ്ങനെയാണല്ലോ രാഷ്ട്രീയം, അതല്ലേ പ്രതീക്ഷേ? ഏത് പാർട്ടിയിൽ അതില്ലാത്തത്? ഒന്ന് കണ്ണടച്ചാൽ ഒന്ന് അനുഭവിച്ചോട്ടെ എന്നുള്ളൊരു രീതി എല്ലാ നേതാക്കൾക്കും ഉണ്ടാവും. അതിൽ ഞാൻ അവരെയും കുറ്റം പറയില്ല. കാരണം എന്താ വെച്ചാല് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആത്മാർത്ഥത, വ്യക്തിബന്ധം, സ്നേഹം എന്നൊക്കെ പറയുന്നത് ആ കാലഘട്ടം അസ്തമിച്ചു. ഇന്നിപ്പോ എങ്ങനെയാണെന്ന് വെച്ചാല് രാഷ്ട്രീയത്തിൽ എങ്ങനെയാണോ മുന്നേറാൻ പറ്റുക, അതിൽ രാഷ്ട്രീയത്തിലെ നമ്മുടെ പഴയകാല ചരിത്രം പരിശോധിച്ചാൽ അത് തന്നെ അറിയാം. മുന്നിൽ പോകുന്ന ആളെ പിന്നിലേക്ക് ആക്കിയിട്ട് അല്ലെങ്കിൽ കൂടെ നടന്ന് കാലിൽ ചവിട്ടി വീഴ്ത്തിയിട്ട് മുന്നോട്ട് പോവുക, അതാണ് രാഷ്ട്രീയത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ആ രാഷ്ട്രീയത്തില് ആരെന്ത് പറഞ്ഞാലും ശരി, അതിലൊരു ആത്മാർത്ഥതയും ഞാൻ കാണുന്നില്ല. അങ്ങനെയുള്ള ഒരു ബന്ധമുള്ള കാലം ഉണ്ടായിരുന്നു കേട്ടോ.